നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം. 26th ചാപ്റ്റർ ആണ് ദി റിസപ്ഷൻ ഡെസ്ക് ആൻഡ് യു. റിസപ്ഷൻ ഡെസ്കിൽ ഇരിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഇരിക്കുന്ന ഒരു പേഴ്സൺ എങ്ങനെയൊക്കെ ആയിരിക്കണം? അവരെ കാണുമ്പോൾ തന്നെ ഒരു ഹാപ്പിനെസ് ഫീൽ ഉണ്ടായിരിക്കണം അല്ലേ? ഒരു റിസപ്ഷനിലേക്ക് നമ്മൾ ചെല്ലുന്ന സമയത്ത് ഭയങ്കര സ്മൈലി ആയിട്ട് ഇരിക്കുന്ന ഒരു പേഴ്സൺ അങ്ങനെ ആയിരിക്കില്ലേ? വെൽ ഓക്യുപ്പൈഡ് ആയിരിക്കും, അതുപോലെ ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ആയിരിക്കും, വെൽ ഡ്രസ്ഡ് ആയിരിക്കും, വെൽ മാനറിസം ഉണ്ടായിരിക്കും, കുറേ ഡീറ്റെയിൽസ് ഉണ്ടാവും അല്ലേ? അവരെ ഒന്ന് പേഴ്സണലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ ഒന്ന് ഒബ്സർവ് ചെയ്യാൻ തന്നെ കുറേ സമയം നമുക്ക് ആവശ്യമായിട്ട് വരും. ഏറ്റവും കൂടുതൽ ആ ഒരു ഓഫീസിൽ തന്നെ ഇമ്പോർട്ടൻറ്റ് ഫിഗർ എന്ന് പറയുന്നത് റിസപ്ഷനിസ്റ്റ് ആണ്. ആ ഒരു ബിഹേവിയർ, ആ ആളുടെ ഒരു ബിഹേവിയർ മോശമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെന്ന കാര്യങ്ങൾ പോലും നമുക്ക് ആകെ മോശമായി തീരും എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് നമുക്കുള്ളത്. സോ എങ്ങനെ ആയിരിക്കണം ഒരു റിസപ്ഷനിസ്റ്റ്? എന്തൊക്കെയാണ് ആളുടെ ഡ്യൂട്ടീസ്? എന്തൊക്കെയാണ് ആളുടെ കയ്യിൽ വേണ്ട സാധനങ്ങൾ? ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. സോ ഫസ്റ്റ് ഒരു റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടീസ് എന്താണെന്നാണ്. ഫസ്റ്റ് ഡ്യൂട്ടി എന്താണ്? ഗസ്റ്റ് വരുമ്പം ഗസ്റ്റിനെ വെൽക്കം ചെയ്യാം. സോ ഹിയർ ഫസ്റ്റ് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫാണ് നമ്മുടെ റിസപ്ഷനിസ്റ്റ്. രണ്ടാമത് ആളുടെ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് വെൽക്കമിങ് ദ ഗസ്റ്റ്. ഗസ്റ്റിനെ എല്ലാം വെൽക്കം ചെയ്യാം വിത്ത് എ ഗുഡ് മാനർ. എങ്ങനെ? ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടായിരിക്കണം, പൊളൈറ്റ് ആയിരിക്കണം. എന്തൊരു ഗസ്റ്റ് ആണെങ്കിലും, ഈവൻ ചിൽഡ്രൻസ് ആണെങ്കിൽ പോലും അവരുടെ അടുത്ത് പോലും നമ്മൾ ഭയങ്കര പൊളൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ എന്താണ് അവർക്ക് ആവശ്യം എന്നുള്ളത് തിരിച്ചറിഞ്ഞ് മാത്രം അവരുടെ അടുത്ത് സംസാരിക്കുന്ന തരത്തിലായിരിക്കണം ഒരു ഗുഡ് സ്റ്റാഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഗുഡ് റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ അല്ലേ ആ ഒരു റിസപ്ഷനിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ കിട്ടുന്നത്. സോ നന്നായിട്ട് ബിഹേവ് ചെയ്യാൻ അല്ലെങ്കിൽ ടോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ എന്താ ആളുടെ ഡ്യൂട്ടി? വരുന്ന ഫോൺ കോൾസിനെല്ലാം ആൻസർ ചെയ്യണം. എങ്ങനെ? വെൽ മാനറിസത്തോട് കൂടിയിട്ട്. നമ്മൾ ഹാർഷായിട്ട് അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യാൻ പാടില്ല. അവർ എത്രത്തോളം നമ്മളെ കുറ്റപ്പെടുത്തി സംസാരിച്ചാലും, അല്ലെങ്കിൽ ഞങ്ങൾ ഫോൺ വിളിക്കുമ്പോൾ എടുക്കുന്നില്ല, നിങ്ങൾ സംസാരിക്കുന്നത് മോശമായിട്ടാണെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ നല്ലൊരു പോസിറ്റീവ് രീതിയിൽ അവരുടെ അടുത്ത് സംസാരിക്കണം. നമ്മുടെ വോയിസോ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടോണോ ഒന്നും ഹാർഷ് ആവാൻ പാടില്ല. വരുന്ന ഫോൺ കോൾസ് എല്ലാം ആ ഒരു കാം ആൻഡ് ക്വയറ്റ് മൈൻഡിൽ വേണം നമ്മൾ അറ്റൻഡ് ചെയ്യാൻ. 2 പോയിന്റ്സ് ആണ്. ഫസ്റ്റത്തെ എന്താ? നമ്മൾ വരുന്ന ഗസ്റ്റിനെ വെൽക്കം ചെയ്യുക. സെക്കൻഡ് പോയിന്റ്, ആൻസർ ദ ഫോൺ കോൾസ്. ടെലിഫോൺ കോൾസ് എല്ലാം ആൻസർ ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അറ്റൻഡ് ദ റൂട്ടീൻ എൻക്വയറീസ്. നമുക്കിങ്ങനെ എൻക്വയറീസ് വരൂല്ലേ? ഇപ്പം അവിടെ റൂംസ് വാക്കൻസി ഉണ്ടോ, അല്ലെങ്കിൽ അവിടെ നല്ല റിസോർട്ട്സ് വേറെ ഉണ്ടോ, അവിടെ അടുത്ത് കാണാൻ പറ്റിയുള്ള ടൂറിസ്റ്റ് പ്ലേസുകൾ ഏതൊക്കെയാണ്, സൈറ്റ് വ്യൂയിങ് പ്ലേസുകൾ ഏതൊക്കെയാണ്. എൻക്വയറീസ് ഇഷ്ടം പോലെ വരും ഒരു റിസപ്ഷനിസ്റ്റിന്റെ ഫോൺ കോളിലേക്ക്. ഇതിനെല്ലാം റുട്ടീനായിട്ട് വരുന്ന ഈ എൻക്വയറീസിനെ എല്ലാം ആൻസർ ചെയ്യുക, അല്ലെങ്കിൽ അതിനെല്ലാം അറ്റൻഡ് ചെയ്തിട്ട് അവർക്ക് വേണ്ട ആൻസർ എന്താണോ ആ ഒരു രീതിയിലേക്ക് അത് മാറ്റി പറഞ്ഞു കൊടുക്കാം. അടുത്ത പോയിന്റ് എന്താ? ടേക്ക് ഡൗൺ ദ മെസ്സേജസ്. എന്ത് മെസ്സേജ്? നമ്മുടെ ഗസ്റ്റ് വന്നു പോകുന്ന സമയത്ത് മേ ബി അവർക്ക് കുറച്ചും കൂടെ അപ്ഡേഷൻസ് ഇവിടെ കൊണ്ടുവരാനുണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഓഫ് മെസ്സേജസ് ഉണ്ടായിരിക്കുമല്ലോ. ഇപ്പം നമ്മളൊരു അക്കാഡമിയിൽ പോവാണ്, അവിടെയുള്ള നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ഡെവലപ്മെന്റ്സ് അവിടെ കൊണ്ടുവരാനുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്ന മെസ്സേജസ് എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് അത് ആരുടെ അടുത്താണോ പോയി പറയേണ്ടത് അവർക്ക് ഇത് പാസ് ചെയ്യുകയും വേണം. ഇതാണ് നമ്മുടെ ടേക്ക് ഡൗൺ ദ മെസ്സേജസ്. ഇനി ഒരു ലാസ്റ്റ് അല്ല ബട്ട് ഇനി വേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ബുക്കിങ്സ്. നമ്മൾ അവിടെയുള്ള എല്ലാ ബുക്കിങ്സും നോക്കേണ്ടത് റിസപ്ഷനിസ്റ്റ് ആണ്. അതുപോലെ ഹോട്ടലിലെ റിസർവേഷൻസ്, ക്യാൻസലേഷൻസ്, ഇതെല്ലാം നോക്കി കാണേണ്ടതും അതിന് എന്തെങ്കിലും തെറ്റ് വന്നാൽ അതിനെല്ലാം ചീത്ത കേൾക്കുന്നതും ആർക്കായിരിക്കും? റിസപ്ഷനിസ്റ്റിനായിരിക്കും. അവിടെ റൂംസ് വാക്കന്റ് ഉണ്ട് എന്നുള്ള നമ്മളൊരു ന്യൂസ് പറഞ്ഞു, ഒരാൾ കോൾ ചെയ്തപ്പോൾ നമ്മൾ ഇവിടെ ഇത്രയും റൂംസ് വാക്കൻസ് ഉണ്ട്, നിങ്ങൾക്ക് വരാം എന്ന് പറഞ്ഞിട്ട് അത് നമ്മുടെ അടുത്ത് പറ്റിയൊരു മിസ്റ്റേക്ക് ആണ്. അവർ വരുമ്പോൾ അവിടെ റൂം വാക്കൻസ് അല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അടുത്ത് പറ്റുന്ന തെറ്റല്ലേ? സോ ഇത്രയും കാര്യങ്ങൾ, ബുക്കിംഗ്, റിസർവേഷൻ, ക്യാൻസലൈസേഷൻ, ഇതെല്ലാം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി ചെയ്യേണ്ട കാര്യങ്ങളാണ്. മിസ്റ്റേക്ക് വന്നാൽ അത് ആ ഒരു അതോറിറ്റിയെ തന്നെ ബാധിക്കുന്ന രീതിയിലായിരിക്കും. ഇത്രയാണ് നമ്മുടെ ഒരു സ്റ്റാഫിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. റിസപ്ഷനിസ്റ്റ് സ്റ്റാഫിന്റെ ഡ്യൂട്ടീസ് ആണ് ഇതെല്ലാം. എന്തൊക്കെയാണ്? ആള് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫാണ്. കോൾസ് എല്ലാം ആൻസർ ചെയ്യണം, ഗസ്റ്റിനെ വെൽക്കം ചെയ്യണം, അതുപോലെ ബുക്കിംഗ്, റിസർവേഷൻ, ക്യാൻസലൈസേഷൻ, ഈ കാര്യങ്ങളൊക്കെ നോക്കണം. റൊട്ടീൻ ആയിട്ട് വരുന്ന എൻക്വയറീസിനെ എല്ലാം ആൻസർ ചെയ്യണം. പിന്നെന്തായിരുന്നു? അറ്റൻഡ് റൂട്ടീൻ എൻക്വയറീസ്. ഇത്രയൊക്കെയാണ് നമ്മുടെ മെയിൻ പോയിന്റ്സ് ആയിട്ട് വരുന്നത്. ഇനി ഒരു റിസപ്ഷനിസ്റ്റിന്റെ കയ്യിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താ? ചുമ്മാ നമുക്ക് ഇങ്ങനെ ഒരു റിസപ്ഷനിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ.
നമ്മുടെ കയ്യിൽ കുറച്ച് കാര്യങ്ങൾ വേണം. എന്തൊക്കെയായിരിക്കാം? ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു സാധനമാണ് ടെലിഫോൺ ഡയറക്ടറി. എന്തിനാണ് ടെലിഫോൺ ഡയറക്ടറി? ടെലിഫോൺ ഡയറക്ടറിയിൽ ഒരുപാട് നമ്പേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ? നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റൽസ്, ഫയർ പോലീസ്, അതുപോലെ പോലീസ് സ്റ്റേഷൻ, അത്യാവശ്യം വേണ്ട കുറെ നമ്പേഴ്സ് നമുക്ക് അതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പം ആ ഒരു ഡയറക്ടറി നമ്മുടെ കയ്യിൽ എപ്പോഴും വേണം. അതുപോലെ തന്നെ ഇന്റേണൽ ഡയറക്ടറി വേണം. ഇന്റേണൽ ഡയറക്ടറി എന്ന് വെച്ചാൽ ആ വർക്ക് ചെയ്യുന്ന ആ ഒരു പ്ലേസിലെ മെയിൻ ആയിട്ടുള്ള അതോറിറ്റീസിന്റെ നമ്പേഴ്സ് ഹോൾഡ് ചെയ്തിട്ടുള്ള ഒരു ബുക്ക്. അതും അവരുടെ കയ്യിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു സാധനമാണ്. പിന്നെ ഇൻഡെക്സ് ഓഫ് ദ ടെലിഫോൺ. ഈ ടെലിഫോൺ ഡയറക്ടറികളിൽ രണ്ടിലും ഉള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് എഴുതി വെച്ചിട്ടുള്ള ഒരു ബുക്ക്. കംപ്ലീറ്റ് ആ ഒരു നമ്പർ ഇന്ന കോണ്ടാക്ട് ആണ്, അത് ഇന്ന പേജിലാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഇൻഡെക്സ് പേജിൽ കാണാമല്ലോ. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ പേജിൽ ഉണ്ടായിരിക്കും ഇൻഡെക്സ് പേജ് എന്ന് പറയുന്ന ഒരു സംഗതി. അതിൽ ഇന്ന പാർട്ട് ഇന്ന പേജിലാണ്, നമുക്ക് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റില്ലേ? അതേപോലെ ഒരു ഇൻഡെക്സ് ബുക്കും നമ്മുടെ കയ്യിൽ വേണം. പിന്നെയോ നിയർ ബൈ ഹോട്ടൽസിന്റെ എല്ലാം അഡ്രസ്സുകൾ അല്ലെങ്കിൽ അതിന്റെ എല്ലാം നെയിമുകൾ എല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. ഇതിന്റെ ഒരു ബുക്കും നമ്മുടെ അടുത്ത് വേണം. കാരണം വരുന്ന ഗസ്റ്റ് ഇവിടെ ഇതല്ലാതെ വേറെ ഏത് ഹോട്ടലാണ് ഞങ്ങൾക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകുമ്പം കുറച്ചും കൂടെ നല്ല നിങ്ങളുടെ പോലെ തന്നെ ഉള്ള ഒരു ഫേമസ് ഹോട്ടൽ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മാത്രം ഫാൾട്ടാണ്. ആ ഒരു റിസപ്ഷനിസ്റ്റ് ആയിട്ടിരിക്കുന്ന ആ ഒരു കുട്ടിയുടെ മാത്രം ഫോൾട്ടാണ്. സോ നിയർ ബൈ ആയിട്ടുള്ള ഹോട്ടൽസിന്റെ നെയിംസും അഡ്രസ്സുകളും നമുക്ക് നമ്മുടെ കയ്യിൽ അത്യാവശ്യമാണ്. പിന്നെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണെന്ന് വിചാരിക്കാം. ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? അവിടെ കാണാൻ കൊള്ളാവുന്ന, മീൻസ് നമ്മളിപ്പം ഒരു ട്രിപ്പിന് പോകുന്ന സമയത്ത് ആ ഹോട്ടലിലെ ആളുകളോട് നമ്മൾ ചോദിക്കൂലേ, ഇവിടെ സൈഡ് സീയിങ്ങിന് അല്ലെങ്കിൽ നല്ല കാഴ്ചകൾ കാണാൻ പറ്റിയിട്ടുള്ള പ്ലേസസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ അവർക്കത് അറിയില്ല എന്ന് പറഞ്ഞാൽ അവർ ആ ഒരു ഹോട്ടൽ അവിടെ നടത്തുന്നുണ്ട്, ആ ഹോട്ടലിലെ സ്റ്റാഫിന് അവിടെയുള്ള അടുത്ത സ്ഥലങ്ങൾ പോലും അറിയില്ല എന്ന് പറഞ്ഞാൽ അതൊരു നെഗറ്റീവ് റിമാർക്ക് അല്ലേ? സോ അവിടെ നിയർ ബൈ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് പ്ലേസസ് ഏതൊക്കെയാണ്, ഇപ്പൊ ടൂറിസ്റ്റുകളായിട്ട് വരുന്ന ആളുകൾക്ക് കാണാൻ പറ്റിയിട്ടുള്ള ഇമ്പോർട്ടന്റ് പ്ലേസസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ വെൽ നോൺ ആയിരിക്കണം. പിന്നെയോ റെയിൽവേ ടൈം, ഫ്ലൈറ്റ് ഷെഡ്യൂൾസ്, അതുപോലെ ബസ് ടൈം, ലോക്കൽ ടൈംസുകൾ ഉണ്ടായിരിക്കുമല്ലോ, ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലോക്കൽ ബസ് ടൈംസ്, റെയിൽവേ ടൈം, ഫ്ലൈറ്റ് ഷെഡ്യൂൾസ്, ഇതെല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം. മീൻസ് ഫ്ലൈറ്റ് ഡിലേ ആയതൊന്നും അറിഞ്ഞില്ലെങ്കിൽ പോലും ആ ഒരു ഫ്ലൈറ്റിന്റെ കറക്റ്റ് ടൈം എന്താണോ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തിന്? നമ്മളെ ഗസ്റ്റ് ആയിട്ട് വരുന്ന ആളുകൾക്ക് ഇത് മേ ബി യൂസ്ഫുൾ ആയിരിക്കാം. അവിടെ ഇറങ്ങുന്ന സമയം ഇന്ന ടൈമിൽ ഫ്ലൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന സമയത്ത് നിങ്ങൾക്ക് പോകേണ്ട സ്ഥലത്തേക്ക് ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് അറിയണം. ആൻഡ് പിന്നെ വേണ്ടതാണ് ഒരു അപ്പോയിന്റ്മെന്റ് ഡയറി. അപ്പോയിന്റ്മെന്റ് ഡയറി എന്താണ്? അവിടെയുള്ള ആളുകളെ കാണാൻ വരുന്നത് ഇന്ന ആളുകളാണ് എന്ന് നമ്മൾ എഴുതി വെച്ചിട്ട് രജിസ്റ്റർ നമ്മുടെ കയ്യിൽ ആവശ്യമാണ്. മേ ബി എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടി വരികയാണ് എന്നുണ്ടെങ്കിൽ അതിൽ നോക്കിയിട്ട് നമുക്ക് പറയാം ഇന്ന ആള് ഇന്ന സമയത്ത് കാണാൻ വന്നിട്ടുണ്ട് എന്നുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് ഡയറി വേണം. അതുപോലെ എത്ര സ്റ്റാഫ് അവിടെ ലീവാണ്, ആ ഒരു വർക്ക് പ്ലേസിൽ എത്ര സ്റ്റാഫ് ലീവാണ് എന്നുള്ളതിന്റെ ഒരു കാൽക്കുലേഷനും നമ്മുടെ റിസപ്ഷനിസ്റ്റിന്റെ അടുത്ത് വേണം. അപ്പം ഒരു റിസപ്ഷനിസ്റ്റ് എങ്ങനെ ആയിരിക്കണം, ആളുടെ ബിഹേവിയർ എങ്ങനെയാണ്, ആളുടെ കയ്യിൽ കീപ്പ് ഇൻ ഹാൻഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ഇത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇത്രയൊക്കെയാണ് നമ്മുടെ മെയിൻ പോയിന്റ്സ് ആയിട്ട് പറയുന്നത്. ഇനി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ടെക്സ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം. വായിച്ചു നോക്കാതെ എക്സാമിന് പോകരുത്. കാരണം ഇതെല്ലാം ബൈഹാർട്ട് ചെയ്യേണ്ട പോയിന്റ്സ് ആണ്. ഇത് മനസ്സിലാക്കി വെക്കാം, ബാക്കി ബൈഹാർട്ട് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ചാപ്റ്റർ കേട്ടോ.